ആ ഫ്രണ്ട്സ്, അങ്ങനെ എൻ്റെ ബൈക്ക് യാത്രയൊന്ന് കുറച്ച് നേരത്തേക്ക് ഒന്ന് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. കാരണം കുറച്ച് വൈകിട്ടുണ്ട്. അപ്പോൾ ചുമ്മാ ഒന്ന് ഞാനൊരു സിറ്റിയുടെ ഒരു ഭാഗത്ത് കണ്ടപ്പോൾ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. ഒന്ന് സിറ്റിയിരുന്ന് എന്താണ് ഇവിടുത്തെ സിറ്റിയുടെ കണ്ടോ, സിക്കിം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പോർഷൻ. സിറ്റിയുടെ ഭാഗമാണോ എന്നറിയില്ല. ഞാനിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങൾ മുഴുവൻ ഇങ്ങനെയാണ്. അതിൽ ഇങ്ങനെ കയറ്റാണ്. ഇവിടെ ഒരു ഫ്ലൈ ഓവർ കാണുന്നുണ്ട്, സ്കൈ വാക്കാണ്. അതിലൊന്ന് കയറി നോക്കാം, എന്താ കണ്ടീഷൻ നോക്കാം. ഓക്കെ, എൻ്റെ ഇടയിൽ ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഉണ്ട്. ആ പോർഷനിലേക്ക് ഉണ്ട്. നമുക്ക് ഈ പോർഷൻ എന്താണെന്ന് നോക്കാം. ആ, ഇവിടെ കാണേണ്ട ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഒരു ബ്രിഡ്ജാണെങ്കിലും ഒന്ന് നോക്കുക, ബ്രിഡ്ജിൽ എന്തെങ്കിലും കച്ചറ ഉണ്ടോ നോക്കുക. അതിവിടെ കച്ചറ എന്ന് പറഞ്ഞ സംഭവമില്ല. പിന്നെ ഇത് ഫ്ലവർ മണ്ണ് ഒറിജിനൽ തന്നെയാണ് കേട്ടോ. അത് ഇവർ മാക്സിമം ഇവർ എല്ലായിടത്തും ഇതുപോലെ ചെടി വളർത്തുന്നുണ്ട്. ചെടിക്ക് വെയിൽ അടിക്കാതിരിക്കാൻ ഒരു ഷീറ്റ് ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ആറ്റിറ്റ്യൂഡാണ് കേട്ടോ, ഗവൺമെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡാണ്. ഇതൊക്കെ ചെയ്യാനായിട്ട് ഇത്രയേ ചിലവുള്ളൂ. പക്ഷെ അതിനൊരു വേണ്ടൊരു സാധനം ഉണ്ടല്ലോ, ആറ്റിറ്റ്യൂഡ്. അതിവിടെ കാണാനുണ്ട്. നമുക്ക് നോക്കിയാലറിയാം. അത് ഇവിടെ എത്രയോ ജനങ്ങൾ പോകുന്ന വഴിയാണ്. പക്ഷെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് എന്താ എപ്പോഴെങ്കിലൊക്കെ കച്ചറ ആരെങ്കിലും ഇടുമായിരിക്കുമല്ലോ. ഇടില്ല, കച്ചറ ഇടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ഇടാണെങ്കിൽ തന്നെ അത് അപ്പോൾ ക്ലീൻ ആക്കി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആയിരിക്കണം. അപ്പം ഇനി ഇതൊരു എനിക്കെന്തല്ല അവരിവിടെ നടന്നു പോകണ്ടേ, എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. വീണ്ടും ഒരു ഹയർ പോർഷനിലാണ്. ഇതിലൂടെ പോയാൽ ബുദ്ധിമുട്ടാണ്. ഇവിടെ കാണാനല്ലേ സിറ്റി വളരെ കളർഫുള്ളായിട്ടുള്ളതാണ്. ചെറിയൊന്ന് ഇവിടെ ഒരു ടാക്സി സ്റ്റാൻഡാണെന്ന് തോന്നുന്നത്. എല്ലാ ഹോട്ടൽസാണ്, അപ്പാർട്ട്മെൻറ്റ്സ്, ഹോട്ടൽസ്. ആ, ഇവിടെ ഒരു ബോർഡുണ്ട്, വെൽക്കം ടു സിക്കിം, ദ ഗ്രീൻ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. അതൊരു വാസ്തവമാണ്. ഇതൊരു ടൗൺ പോർഷൻ. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇനി നടന്നു നോക്കാം. യെസ്, പിന്നെ ഇവിടെയുള്ളൊരു സംഭവമാണ് ഒറ്റ നമ്പർ ലോട്ടറി. കേട്ടിട്ടില്ലേ, സിക്കിം ലോട്ടറി. അതിൻ്റെ മെയിൻ സ്ഥലത്താണ് ഞാൻ. പിന്നെ അവിടെ ഒരു ഒറ്റ നമ്പർ എടുക്കുന്നുണ്ട് പേടിയാണ്. വാവ്, നല്ല രസമല്ലേ. ഇനിയോട് പ്രതീക്ഷിച്ചില്ല. ബ്യൂട്ടിഫുൾ. ആ, ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്, സെറ്റാക്കുന്നുള്ളൂ. ഇവിടെ ഇത് ചിലപ്പോൾ ഒരു നൈറ്റ് ബിസിനസ് ആയിരിക്കും. പറയേണ്ട കാര്യം വെച്ചാൽ എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ. ഇവിടുത്തെ എല്ലാവരും ഹാപ്പിയാണ്. ചിരിക്കുന്ന മുഖമുള്ളൂ, സങ്കടം ആർക്കുമില്ല. പ്രത്യേകിച്ച് ഈ ചൈന ഫേസ് ഉള്ളവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. അവർ എന്ത് വന്നാലും ഭയങ്കര ഹാർഡ് വർക്കാണ്. അവരെല്ലാവരും കൂടെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ അവർ അതിൽ ഹാപ്പിയാണെന്നുള്ളതാണ്. അവർക്ക് സങ്കടം പറയാനുള്ള നേരമില്ല. ഇപ്പോൾ അവർക്ക് തോന്നുന്നത് പകൽ മുഴുവൻ പണിയെടുത്തു, ഈവനിങ് ഈ ഒരു അടിച്ചു പൊളിയുടെ സമയമാണ്. ഇവിടെ ഇഷ്ടംപോലെ ബാറുകളാണ്. എല്ലാ ബാറിലേക്കുള്ള ഒഴുക്ക് ആണെന്ന് തോന്നുന്നത്. അതൊക്കെ ഒഴുക്ക് കണ്ടിട്ട് ഫാമിലിയായിട്ടും ഇവിടുത്തെ ബാറുകളിൽ എല്ലാവരും പോകുന്നു. ഇവിടെ മദ്യം വളരെ ചീപ്പാണ്. ബാറിലത്തെ കണ്ടീഷൻ അറിയില്ല. കടയിൽ ചോദിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ എംബച്ചന് 380 രൂപ, പിന്നെ സിഗ്നേച്ചർ 800 രൂപ. ഇതൊക്കെയാണ് ഇവിടുത്തെ വില റേഞ്ചുകൾ. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഇനിയും കാഴ്ചകൾ തുടരും. മാർക്കറ്റ് കാഴ്ചകളിലേക്ക് വീണ്ടും കിടക്കുകയാണ്. വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് മാർക്കറ്റ് കാഴ്ചകൾ അവസാനിപ്പിക്കാം. എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് വരുന്നില്ല, നമ്മുടെ ടൗണുകളിൽ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് വരുന്നില്ല എന്ന് മനസ്സിലാവുന്നത്. ഒരുവിധ എല്ലാ ഷോപ്പുകളും ഇവിടെ ഒരു സ്ഥലത്ത്. ഈ ബിൽഡിങ്ങിൽ ഒരു 3 ഫ്ലോറുണ്ട്, 3-4 ഫ്ലോറുണ്ട്.
ആ 4 ഫ്ലോറും ഇതിലിപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരു ഫ്ലോറിലാണ്, എനിക്കിത് 3ാമത്തെ ഫ്ലോറിലാണ് തോന്നുന്നു, ഇങ്ങനത്തെ ഷോപ്പുകളാണ്. ടെക്സ്റ്റൈൽ, ലെതർ, മനുഷ്യനെ ഇങ്ങനെ ഫാമിലി സഹിതം വന്ന് പർച്ചേസ് ചെയ്യാവുന്ന ഒരു സ്ഥലം. ഇതിപ്പോൾ ഞാൻ നമ്മുടെ ഡ്രാഗൺ മാർട്ട് പോലെയൊക്കെ ഇത് പല കമ്പനിക്കാരുടെ ചെറിയ ചെറിയ ഷോപ്പുകൾ, ഒരു ഷട്ടർ മാത്രമുള്ള ഷോപ്പുകൾ, അതിൽ ഒരുവിധം എല്ലാ കമ്പനിക്കാരുടെ പ്രൊഡക്റ്റും ഉണ്ട്. കൊണ്ട് നല്ല നല്ല ഇത് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഷോപ്പ് സംവിധാനം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കമ്പനിക്കാർക്കും ഇതുപോലെ ഇവിടെ വന്ന് ഒരു സ്ഥലത്ത് വന്നിട്ട് ബിസിനസ് ചെയ്യാം. നമുക്ക് വാങ്ങാൻ പോകുന്നവർക്കും ഒറ്റ സ്ഥലത്ത് തന്നെ വന്നിട്ട് സാധനങ്ങൾ വാങ്ങാം. ഇതിപ്പോൾ 4 ഫ്ലോർ മൊത്തം ഇതാണ്. അപ്പോൾ ഒരു ഇതെല്ലാ കമ്പനിക്കാരും കൂടി ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസുകളാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഷോപ്പുകളും ഉണ്ട്. പിന്നെ വാരിയിട്ട് കൂട്ടിയിട്ട് വെക്കുന്നവരുണ്ട് ഇതിനകത്ത്. താഴെ ഒരു വലിയൊരു പാർക്കിംഗ് ലോട്ടുണ്ട്. ക്രാഫ്റ്റ് വർക്കുള്ള ഇത് കൊള്ളാം. ഇങ്ങനത്തെ സംവിധാനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരേ സ്ഥലത്ത് തന്നെ വന്നിട്ട് പർച്ചേസ് ചെയ്യാനും ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഇതൊക്കെ നടക്കുന്നില്ല എന്നുള്ളത്. ഇതും ഇന്ത്യയിൽ തന്നെയാണല്ലോ, ഇന്ത്യയിലത്തെ ഒരു സംസ്ഥാനമാണല്ലോ ഇതൊക്കെ. അവിടേക്ക് ഇവിടെ ചെയ്യാമെന്നുണ്ടെങ്കിൽ പ്രബുദ്ധരായ നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണല്ലോ. ഇനിയിപ്പോൾ ഇതൊക്കെ തെറ്റാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതുകൊണ്ടാണോ നമ്മുടെ മലയാളികൾ ഇതൊക്കെ, നമ്മുടെ കേരളം ഇങ്ങനത്തെ പരിപാടികൾക്കൊന്നും നിൽക്കാത്തത്? എനിവേ, തണുപ്പ് കൂടിയതുകൊണ്ടായിരിക്കാം ഇപ്പോൾ മാർക്കറ്റ് ഒരു ഇതൊക്കെ ആൾക്കാർ കാലിയായി തുടങ്ങിയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ ഏകദേശം ഇവിടെ 9 ഡിഗ്രിയാണ്, 8-9 ഡിഗ്രിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. പിന്നെ നല്ല ഫോഗുണ്ട്, പുറത്ത് നല്ല ഫോഗുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും മാർക്കറ്റ് പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് വിശേഷങ്ങൾ നിൽക്കുകയാണ്, അവസാനിപ്പിക്കുകയാണ്. ബൈ.